ഇത് ക്യൂജിസിലെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം exam10 ഡോക്യുമെൻറ്റ്സിൽ idukki.qgs എന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിൽ ലെയറായിട്ട് ഉൾപ്പെടുത്തേണ്ടത് kerala-landslide.csv ഫയലാണ്. എന്നിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം exam10 ഡോക്യുമെൻറ്റ്സ് ഫയൽ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കതിൽ QGISൻ്റെ ഫോൾഡർ ഉണ്ടാവും, അതെടുക്കുക. അതിൽ നിന്നും ഇടുക്കി QGS ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഇടുക്കി ജില്ലയുടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ലെയറാണ് ആഡ് ചെയ്യുക. അപ്പോൾ ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയറിൽ നിന്നും ആഡ് ലെയർ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എടുക്കുക. ഈ ഫയൽ നെയിമിൻ്റെ നേരെ നിന്നും ബ്രൗസ് ചെയ്തിട്ട് kerala-landslide.csv ഫയൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ആഡ് കൊടുക്കുക. അപ്പോൾ അതിൽ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജോമെട്രി ഡെഫിനിഷന് ജോമെട്രി CRS എന്ന് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് ഏതാണോ അത് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ആഡ് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇടുക്കി ജില്ലയുടെ മൊത്തം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മൊത്തം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇടുക്കി ജില്ലയിലുള്ളത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു പേജ് മൊത്തം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ എക്സാം പ്രൊഡക്ട്സിൽ കൊണ്ടുപോയി സേവ് ചെയ്യുക.